Hi friends, my travel box in a പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിറ്റ്വീൻ മൈ ബൈക്കിന്റെ സൈക്കിളിൽ നോർമൽ സൈക്കിളാണ്. ആ സൈക്കിളിൽ നമ്മൾ ഫ്രണ്ട് ഷോക്ക് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഷോക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഷോക്ക്. ഇത് അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഷോക്കാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 800 രൂപയാണ് മാർക്കറ്റ് പ്രൈസ്. നമ്മളിത് ഷോപ്പിൽ നിന്ന് മേടിച്ചാണ്. ഓൺലൈനിൽ നോക്കിയപ്പം ആ വിലക്കൊന്നും കിട്ടുന്നില്ല. ഓൺലൈനിൽ നല്ല വിലയാണ്. ഏകദേശം 1200-1800 രൂപയൊക്കെയാണ് ഓൺലൈനിലെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് പുറത്ത് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ഇതിന് 2 ക്ലാമ്പ് വരുന്നു. ഇതിന് ക്ലാമ്പ് വരുന്നുണ്ട്. അപ്പം ഈ ക്ലാമ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഫിറ്റ് ചെയ്യാനുകൊണ്ട് ഹബ്ബ് അഴിച്ച് മാറ്റി ഡിസ്കുള്ള ഹബ്ബും ഡിസ്കും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് ഡിസ്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഡിസ്കിൻ്റെ വീഡിയോ നമുക്ക് വീണ്ടും പിന്നീട് ഒരു ദിവസം ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീക്ക് ഒരു ഓഫ് റോഡ് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഓഫ് റോഡ് വീഡിയോ ചെയ്തപ്പം നമ്മൾ നോർമൽ ഫോർക്ക് വെച്ചിട്ടായിരുന്നു അപ്പോൾ നമ്മൾ സൈക്കിള് ചെയ്തത്. സോ അന്നേരം കുറച്ച് ബുദ്ധിമുട്ടൊരു കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോർക്ക് മാറ്റിയിട്ട് ഷോക്കുള്ള ഫോർക്ക് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ അപ്പോൾ നമ്മൾ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പം നമുക്കൊരു ഇവിടെ ഫോർക്കിൻ്റെ ഇവിടെ ആയിട്ട് നമ്മൾ ഒരു 3 വാഷർ 2 വാഷറും പിന്നെ ഒരു ബോളിൻ്റെ കേസ് വന്നിട്ട് കൊടുക്കുന്നത് ബോൾ ബെയറിങ്. നമ്മൾ ആദ്യം നമ്മൾ ഈ വാഷർ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ വാഷർ ഇട്ട് കൊടുക്കും. വാഷർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഹൈറ്റ് കുറച്ച് ഇവിടെ ഈ ഭാഗം കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട് നമുക്ക് ഇവിടെ ബോൾട്ടിങ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഒരു വാഷർ ഇട്ട് കൊടുക്കുന്നത്. വാഷർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ബോൾ വയറിങ് ഇതിട്ട് കൊടുത്തതിന് ശേഷം നേരെ സൈക്കിളോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ബ്രേക്കൊക്കെ അഴിച്ചിങ്ങനെ ഓൾറെഡി ഫിറ്റ് ഇവിടെ ചെയ്തായിരുന്നു. അത് കുറച്ച് പണിയുള്ള കാര്യമായതുകൊണ്ട് ഞാൻ നേരത്തെ ഇവിടെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുത്തതാണ്. വീഡിയോ അല്ലെങ്കിൽ പിന്നെ ലെങ്ത് ആയി പോകും. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുകളിലും ഇതുപോലൊരു ബോൾ വയറിങ് വരുന്നുണ്ട്. ഇവിടെ ഇവിടെ ഒരു വാഷർ വരുന്നുണ്ട്. ഇവിടെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ വാഷർ ഇട്ട് കൊടുക്കാം. ഇതാണ് ആ വാഷർ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പ് ഫില്ലായിട്ടുണ്ട്. ഇതിന് ഇവിടെ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. അപ്പം ഏകദേശം ഇത്രയും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഹൈറ്റ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാഷറൊക്കെ ഉപയോഗിക്കുന്നത്. ഏകദേശം ഇത്ര ഹൈറ്റ് വരുന്നുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഈ ഹൈറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു വലിയ ഇത് വാഷർ ഇട്ട് കൊടുക്കണം. അപ്പം നിങ്ങൾ ഇത് ഫിറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാഷർ മേടിക്കുന്ന കാര്യം മറക്കരുത്. ഇപ്പം ഇതിനകത്തിൽ വരുന്നത് ഞാൻ എക്സ്ട്രാ മേടിച്ചെന്ന് പറയാനെ കൊണ്ട് താഴെ ഇടുന്നൊരു വാഷർ, താഴെ ഇവിടെ ഇടുന്നൊരു എക്സ്ട്രാ വാഷർ മേടിച്ചു. അതുപോലെ ഈ ഒരു വാഷർ, നെക്ക് വാഷർ എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പേര്, എനിക്കറിഞ്ഞുകൂടാ. ഇത് ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഇതിൻ്റെ മേളിൽ ഈ വാഷർ നമുക്ക് സൈക്കിളിൽ ഓൾറെഡി ഉള്ളതാണ്. ഇതിവിടെ കറക്റ്റായിട്ട് ഫിറ്റാവും. ഇപ്പം നമുക്ക് ഷോക്കിൻ്റെ താഴെ നിന്ന് മേളിലോട്ട് വന്ന ആ കണക്ഷൻ പൂർത്തിയായിട്ട് ഇതിനകത്തായിട്ടുണ്ട്. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒരിക്കലും ഈ വരുന്ന പോർഷൻ മേളിലോട്ട് വരില്ല. ഞാൻ ഇതിനു മുമ്പ്
വെച്ചപ്പോൾ ഏകദേശം ഒരു 1/2 സെൻറ്റിമീറ്ററോളം ഹൈറ്റ് മേളിലോട്ടുണ്ടാകും. ഞാനപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇത്ര പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ഹാൻഡിൽ സെറ്റ് ചെയ്താൽ മതി. ഇന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷോക്ക് 26 ഇഞ്ചാണ്. നമ്മളിത് നോർമൽ സൈക്കിൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഏകദേശം ആ സാധാ പഴയ ഷോക്ക് പഴയ ഫോർക്കിൽ നിന്ന് ഇതിലോട്ട് മാറ്റുമ്പോഴത്തേക്കിന് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 1 ഇഞ്ചോളം വണ്ടിയുടെ ഫ്രണ്ട് ഒന്ന് പൊങ്ങും. വണ്ടിയുടെ ഫ്രണ്ട് ഒന്ന് പൊങ്ങിയിട്ട് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സ്പോർട്സ് സൈക്കിളിലേക്ക് ലുക്ക് കിട്ടുന്നുണ്ട് ഈ ഷോക്ക് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന്. അപ്പം ഇത്രയും കൊണ്ട് പരിപാടി. അപ്പോൾ സൈക്കിളിൻ്റെ ഈ ഷോക്ക് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കണം പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. പിന്നെ ടൂൾസ് കയ്യിലുള്ളവരാണെങ്കിൽ മാത്രം നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും എനിക്ക് അത് റൈറ്റ് കുറച്ച് കട്ട് ചെയ്യേണ്ടി വന്നു. സോ ഞാൻ അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പം ആരെങ്കിലും ഇതുപോലെ നോർമൽ സൈക്കിളിൽ ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ കൂടെ ചെയ്തത്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോയുടെ പോരായ്മ എന്താണെന്ന് നമുക്കറിയില്ല. നിങ്ങൾ കാണുമ്പോഴാണ് അത് മനസ്സിലാവുക. അപ്പോൾ നിങ്ങളെന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കയറി കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടല്ലോ, ഇത്രയും പണിയേ ഉള്ളൂ. ഈ പണിക്ക് ഈ സാധനത്തിനൊക്കെയാണ് നമ്മളെ ഒരുപാട് പൈസ ഷോപ്പിലൊക്കെ മേടിക്കാറ്. അപ്പം നമുക്ക് ഇതാണ് ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും തംസപ്പ് അടിക്കണം കേട്ടോ. ഈ തംസപ്പ് ആരും അടിക്കരുത്. ഈ തംസപ്പ് എല്ലാവരും ഈ തംസപ്പ് അടിക്കുക.